എന്നാൽ അതൊന്നും അറിയണമല്ലോ. ഏയ് മുത്തശ്ശി, മുത്തശ്ശി നിക്ക്. ഇപ്പൊ ഇതിൽ നിന്ന് ചെറിയമ്മയോട് ചോദിച്ചാല് ചെറിയമ്മ അത് നിഷേധിക്കും. എന്നിട്ട് ഏട്ടത്തി പറഞ്ഞതുപോലെ ഞാനിത് കൽപ്പിച്ചുണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യും. അത് കറക്റ്റാ. അല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചെറിയമ്മയും മകനെയും കൈയോടെ പിടിക്കണം. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ മുൻപിൽ ഹാജരാക്കണം. കണിമംഗലത്ത് ഇത്രയും നാൾ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കും ബോധ്യമാകുകയും വേണം. കണിമംഗലത്ത് നിലവറയിലിരിക്കേണ്ട ആഭരണം എന്റെ അമ്മയുടെ കഴുത്തിൽ എങ്ങനെ വന്നുവെന്ന് അവര് തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നൈറ്റ് ഷിഫ്റ്റാ. മുത്തശ്ശി, ഇത് തന്നെയല്ലേ കറക്റ്റ് വഴി? വഴി കറക്റ്റാ, പക്ഷേ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാ? ഒരു പാളിച്ചയും വരില്ല. ഇത് ഭഗവാൻ എനിക്ക് കേൾപ്പിച്ചെന്നതാ. നിനക്കുള്ള സകല തെളിവുകളും വരുന്നുണ്ട്, വേണമെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാതിരുന്നാ നമ്മളാ മണ്ടന്മാരാവുക. എന്റെ മുത്തശ്ശി, സത്യത്തിൽ ഇതേ എനിക്കിപ്പൊ തന്നെ ത്രില്ല് തുടങ്ങി. പെട്ടെന്നൊന്ന് രാത്രിയാ മതിയായിരുന്നു അല്ലേ? അവരെ രണ്ടുപേരെയും കൈയോടെ പിടിക്കുമ്പോ വേറൊരാള് കൂടി അവിടെ ഉണ്ടാവണം. അതാരാ മുത്തശ്ശി? ഉർവശിക്കുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം, പക്ഷേ ഗൗതമനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് അയാളാ. കണിമംഗലത്ത് ഇന്ന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ രാധിക ഇപ്പൊ അവിടെ നിൽക്കുന്നത് ഒന്നോ രണ്ടോ പേർക്കുള്ള ചെറിയൊരു വിശ്വാസത്തിന്റെ പേരില. ആ വിശ്വാസം കൂടി ഇന്ന് തകരും. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? എടി, അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടല്ലേ മോളെ ഞാൻ പറയുന്നത്. ഇന്ന് അവര് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നടന്നു കഴിഞ്ഞാൽ രാധികയോട് കണിമംഗലം പരമേശ്വരൻ പറയുന്ന ഒരൊറ്റ വാക്കേ ഉണ്ടാവൂ: പോ പുറത്തെന്ന്. മുത്തശ്ശി ഒന്ന് തെളിച്ചു പറ. എടി, തെളിച്ചു പറയാൻ ഒന്നുമില്ല. നാളെ മിക്കവാറും നേരം വിളിക്കുമ്പോഴേക്കും പെട്ടിയും കിടക്കയും എടുത്ത് നിന്റെ ചേച്ചി, അല്ലല്ലല്ല, അനാഥയായ രാധിക ഈ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞ പിന്നെ എന്താ ബാക്കി? പടിയിറക്കം കഴിഞ്ഞ പിന്നൊരു പടി കയറ്റം. രാധിക പടി ഇറങ്ങിയിടത്തേക്ക് നിന്റെ പടി കയറ്റം. സത്യമാണോ മുത്തശ്ശി? എടി, അതിനൊന്നും അധിക സമയം വേണ്ട. വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നീ നടത്തിക്കും. പിന്നെ തിരിച്ചു വരുന്ന അവളുടെ കാര്യം കണിമംഗലം കുടുംബത്ത് ആർക്കും വേണ്ടെന്നും പറഞ്ഞ് പുറത്തിറക്കി വിട്ടിട്ട് അവൾ ഈ ഉമ്മറത്തേക്ക് വന്ന അവളെ ആറ്റുവാശ്ശേരിയിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നേ? ഒരിക്കലും ഇല്ല. അവിടുന്ന് പുറത്താക്കിയാലേ ഇവിടുന്നും പുറത്തു പോയേ പറ്റൂ. എങ്ങനെയെങ്കിലും അവളെ കുറച്ചു കാലം ജയിലിലിടണം മുത്തശ്ശി. ആ വരുൺ പുറത്തിരുന്ന് അവളെ കാണാൻ പറ്റാതെ ഉരുകണം. എടി, അതൊന്നും വേണ്ട. അവള് ജയിലിന്റെ അകത്ത് കിടക്കുമ്പോ പുറത്ത് വരുണിന്റെ മനസ്സ് ഉരുകാതെ നീ നോക്കണം. എടി, അതല്ലേ മുത്തശ്ശിക്ക് വേണ്ടത്. ഈ പ്രായത്തിലും ഈ തല ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊക്കെ ഈ പ്രായത്തിൽ എത്തുവാണെങ്കിലേ സ്വന്തം പേര് പോലും ഓർമ്മയുണ്ടാവില്ല. എടി, ഇതൊക്കെ പഴയ തടിയടി മോളെ, നല്ല കാതലുള്ള തടി. അങ്ങനെ എളുപ്പം വെട്ടി വീഴ്ത്താനൊന്നും പറ്റില്ല.